കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൗൺസിലിംഗ് ക്ലാസ് എടുക്കാനായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. വേദപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളും പ്രസംഗങ്ങളും മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചു, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി. അത്രയൊന്നും പ്രയോജനപ്പെട്ടില്ല. പിന്നെയാണ് മനസ്സിലാക്കി എനിക്ക് എന്താണ് ഇതിനുള്ള യോഗ്യത. എൻ്റെ യോഗ്യത എന്നുള്ളത് ഞാൻ കല്യാണം കഴിച്ച ഒരച്ഛനാണ് എന്നുള്ളതാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അവരുടെ കൂടെ 22 വർഷം ജീവിച്ചതിൻ്റെ ഒരു അനുഭവങ്ങൾ എനിക്ക് കുറച്ച് ഉണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ മാത്രമാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കും. കുടുംബത്തെക്കുറിച്ച് ഒത്തിരി ഡെഫിനിഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് കുടുംബം? പെട്ടെന്ന് പറയും, കൂടുമ്പോൾ ഇമ്പം. കമ്പമല്ല, ഇമ്പം. കൂടുമ്പോൾ ഒരു ഇമ്പം, ഒരു സൗന്ദര്യം, ഒരാനന്ദം ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ ജോലി സ്ഥലത്ത് ആയിരിക്കുമ്പോൾ അവിടുന്ന് വേഗം ഓടുകയാണ്. എവിടേക്ക് ഓടുകയാണ്? വീട്ടിലേക്ക്. എന്താണ്? അവിടെ ചെല്ലുമ്പോഴാണ് സന്തോഷം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ വേഗം എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് സന്തോഷം. കൂടുമ്പോൾ ഇമ്പം. പിന്നെ കുടുംബത്തെക്കുറിച്ച് മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്, ഭൂമിയിലെ സ്വർഗം, അല്ലെ ഭൂമിയിലെ പറുദീസ. സ്വർഗത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. സ്വർഗം എന്താണ്? വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്, അല്ലേ? ദൈവസ്തുതിയുടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ സ്ഥലമാണ് സ്വർഗം. അതേ സന്തോഷം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൊച്ചു സ്ഥലമാണ്. ഏതാണ്? നമ്മുടെ വീട്, നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബം ഭൂമിയിലെ പറുദീസയാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ സ്വർഗത്തെ പലരും നരകമാക്കിയിട്ട് വരാനിരിക്കുന്ന സ്വർഗത്തെ നോക്കി എല്ലാവരും ഇരിക്കുക. ഇവിടെ സ്വർഗം ദൈവം തന്നിട്ടുണ്ട്. അവിടെ എന്നും വഴക്കും, അവിടെ എന്നും ശണ്ടയും പരാതി പറച്ചിലും പിറുപിറുപ്പും ഒക്കെ ആക്കിയിട്ട് നമ്മളെന്താണ്, സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടി സ്വർഗനാട്ടിൽ എൻ പ്രിയൻ തീർത്തിടും എന്നൊക്കെ പാട്ടൊക്കെ പാടി നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ദൈവം നമുക്കൊരു സ്വർഗം ഭൂമിയിൽ തന്നു. അതാണ് നമ്മുടെ കുടുംബം. പിന്നീട് നമുക്കറിയാം എന്താണ്? ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേ ടുഗദർ, അല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബം എന്നും നിലനിൽക്കും. നിങ്ങളുടെ വീട് അങ്ങനെയാണോ? ഒരുമിച്ച് പ്രാർത്ഥനയുണ്ടോ? ഒരുമിച്ച് ദൈവാരാധനയുണ്ടോ? സന്ധ്യയ്ക്കും രാവിലെയും നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമോ? പാട്ട് പാടുമോ? വിശുദ്ധ വേദപുസ്തകം വായിക്കുമോ? സഭയുടെ നമസ്കാരം നടത്തുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്നും നിലനിൽക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചാണോ കഴിക്കുന്നത്? ഒരുപക്ഷെ എല്ലാവർക്കും പറ്റത്തില്ലായിരിക്കാം. ജോലിക്ക് സ്ഥലത്തേക്ക് പോകുന്നവർ കാണും, പിന്നെ സ്കൂളിലായിരിക്കുന്നവർ കാണും. എങ്കിലും വീട്ടിലുള്ളപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ള കുടുംബം എന്നും നിലനിൽക്കും. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നാണ് അപ്പച്ചൻ, അമ്മച്ചി, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അല്ലേ? ഫാദർ, മദർ, അല്ലേ? ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുന്നറിയാമോ? ഒരു ഡാഡിയുണ്ട്, ഒരു മമ്മിയുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പട്ടിയുണ്ട്, ഒരു വണ്ടിയുണ്ട്. എന്തൊക്കെയുണ്ട്? എൻ്റെ അത്രയല്ലേ ഉള്ളൂ. മോള് തലയാകട്ടെ, അത്രേ ഉള്ളൂ. ഒരു ഡാഡിയുണ്ട്, ഒരു മമ്മിയുണ്ട്, പിന്നെ ഒരു കുട്ടിയുണ്ട്, ചിലപ്പോൾ 2 കുട്ടികൾ കാണും, പിന്നെ ഒരു പട്ടിയുണ്ട്, അല്ലേ? പിന്നെ നമുക്കൊരു വണ്ടിയുണ്ട്. ഇതൊക്കെയായി മാറിയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അണുകുടുംബത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിനി നമുക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ മാത്രം നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുക. ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചാണ് ആദ്യം പറയും. ഭാര്യ ഭർത്തൃബന്ധത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബം. ദൈവത്തിൻ്റെ പദ്ധതിയാണ് കുടുംബം. നമുക്ക് ദൈവം തന്ന ഓരോ ഭർത്താക്കന്മാർക്കും ദൈവം തന്നിരിക്കുന്ന ഭാര്യമാര്, ഓരോ ഭാര്യമാർക്കും ദൈവം തന്നിരിക്കുന്ന ഭർത്താക്കന്മാര്.
മാതാപിതാക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇതെല്ലാം ദൈവമാണ് നിങ്ങൾക്ക് തന്നത്. ദൈവമാണ് നിങ്ങൾക്ക് തന്നത്. നമ്മൾ അതുകൊണ്ട് അതിനെ സ്നേഹത്തോടുകൂടെ ഉൾക്കൊള്ളുകയും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇതിനേക്കാൾ നല്ലൊരു പങ്കാളിയെ നിങ്ങൾക്ക് തരാനില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം ഏറ്റവും നല്ലതിനെ നിങ്ങൾക്ക് തന്നിരിക്കും. എൻ്റെ ഭാര്യയായിരിക്കണം എൻ്റെ മനസ്സിലെ ഏറ്റവും നല്ല സുന്ദരി. എൻ്റെ ഭർത്താവായിരിക്കണം എൻ്റെ മനസ്സിലെ ഏറ്റവും യോഗ്യനായ പുരുഷൻ. എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കണം ഏറ്റവും ഓമനത്വമുള്ള എൻ്റെ മക്കൾ. കാരണം ദൈവമാണ് അവരെ എനിക്ക് തന്നിരിക്കും. ഈ ഒരു സ്വീകരണ മനോഭാവം, ഈ ഒരു ദൈവീക ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം ഏറെ അനുഗ്രഹമായിട്ട് തീരുകയുള്ളൂ. ചിലരൊക്കെ പറയും, എത്ര ആലോചനകളൊക്കെ എനിക്ക് വന്നതാ, ഒടുവിൽ എൻ്റെ തമ്പുരാനെ ഈ കാടിക്കൂടിയിലോട്ടാണല്ലോ ഞാൻ വന്നു കയറിയതെന്നൊക്കെ ചില സ്ത്രീകൾ പറയാറുണ്ട്. ചില പുരുഷന്മാർ പറയുന്നതാണ്, ഒത്തിരി സുന്ദരികളായ സ്ത്രീകളുടെ ആലോചനകളൊക്കെ വന്നതാണ്, ഒടുവിൽ ഇവിടെയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നൊക്കെ വിഷമിക്കാറുണ്ട്. അത് പാടില്ല, അങ്ങനല്ല സത്യം. നമ്മളൊന്ന് പരിശോധിക്കുക, പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുക. ഇത്രയും നല്ല ഒരു സ്ത്രീയെ തന്ന ദൈവത്തിന് സ്തോത്രം. ഇത്രയും നല്ലൊരു ഭർത്താവിനെ തന്ന ദൈവത്തിന് സ്തോത്രം. ചുറ്റുപാടുമുള്ള ഭർത്താക്കന്മാരെ ഒന്നും താരതമ്യപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്ക് ദൈവം തന്നത് ഏറ്റവും നല്ലതാണ്. അതിനെ അംഗീകരിക്കുക, അതിനെ ഉൾക്കൊള്ളുക. പലരും പറയാറുണ്ട്, ഈ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ. ഭാര്യമാര് പറയും, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഭർത്താവിനോട് പറയുന്നതാണ്, അവൾ വലിയ വഴക്കാണ്, അല്ലെ പ്രശ്നമാണ്, ഒത്തിരി അമിത ചെലവാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയാൻ അറിയാമോ? ഒരു വലിയ ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ അറിയാമോ, ഒരാൾക്ക് കടന്നു പോകാനായിട്ട് അല്പം ഒന്ന് ഒതുങ്ങിക്കൊടുക്കുന്നതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ പോയിക്കോ, ഒരു ജീവിതം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലേ, അല്പസമയം വേണമെന്ന് ഒതുങ്ങി ഇങ്ങനെ കൊടുക്കാൻ ഒരു ജീവിതം കൂടി ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അഡ്ജസ്റ്റ്മെന്റ് അല്പസമയത്തെ പരിപാടിയാണ്. അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിന് ഒരു വാക്കുണ്ട്, അക്കോമഡേറ്റ് ചെയ്യുക. എന്താണ് അക്കോമഡേറ്റ് ചെയ്യുക? അവിടെയാണ് നമുക്കറിയാം, ഓരോ ഭർത്താക്കന്മാർക്കും അറിയാം, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമാണ് ഭാര്യമാർക്കുള്ളത്, അല്ലേ? ഓരോ ഭാര്യമാർക്കും അറിയാം. അത് വളരെ ഒരു രസകരമായ കാര്യമാണ്. നമ്മുടെ സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും ഭർത്താവിൻ്റെ സ്വഭാവം. ദൈവം അങ്ങനെ ഒരാളെ തരുന്നത്. എൻ്റെ സ്വഭാവം പോലെ ഒരാളെ തന്നിട്ട് വലിയ കാര്യമില്ല, ദൈവത്തിന് അറിയാം. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു പങ്കാളിയെ ദൈവം എനിക്ക് തരും. മിക്കവാറും കുടുംബങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരിക്കാം. അവിടെയാണ് നമ്മുടെ ചിന്ത പോലെയല്ല, നമ്മുടെ സംസാരം പോലെയല്ല, നമ്മുടെ പ്രകൃതം പോലെയല്ല, തികച്ചും വ്യത്യസ്തമായ പങ്കാളികളെ ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യുകയല്ല, അറിയാമോ, അക്കോമഡേറ്റ് ചെയ്യണം. എൻ്റെ ഭാര്യ അങ്ങനെയാണ്, ഞാൻ അവളെ അവളായിരിക്കുന്നത് പോലെ ഉൾക്കൊള്ളുന്നു, അവളായിരിക്കുന്ന പോലെ സ്വീകരിക്കുന്നു. എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, ഇച്ചിരി ദേഷ്യക്കാരനാണ്, ചിലപ്പോൾ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കിയെന്നിരിക്കും, ഇച്ചിരി ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹമായിരിക്കുന്ന പോലെ ഉൾക്കൊള്ളും, സ്നേഹിക്കും. ഒത്തിരി ഉപദേശിച്ച് മാറ്റാനും, ഒത്തിരി വഴക്കുണ്ടാക്കി നേരെയാക്കാനും നമ്മൾ ശ്രമിച്ചു കഴിയുമ്പം ആ കുടുംബ ബന്ധങ്ങളെല്ലാം തകരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്നേഹം ഒത്തിരി വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷേ ചില ദുസ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടെങ്കിലും അതങ്ങ് മാറിക്കൊള്ളും. അത് മാറുകയാണ് ചെയ്യുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ സ്നേഹിച്ചാൽ മതി. ഏത് ദുസ്വഭാവങ്ങളും നമ്മുടെ പങ്കാളിയിൽ നിന്ന് മാറ്റപ്പെടും. ഇതാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളല്ലേ, അവരെക്കുറിച്ച് മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട്. അയ്യോ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങളാണെങ്കിൽ എത്ര മിടുക്കരാണ്, പാട്ടുപാടാൻ മിടുക്കരാണ്, പ്രസംഗിക്കാൻ മിടുക്കരാണ്. ഇവിടെ ഒരു കുഞ്ഞുണ്ട്, നാണം കുടുങ്ങി, ഒന്നിനും മുമ്പോട്ട് വരത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ചില മാതാപിതാക്കളുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞല്ലേ, അവനായിരിക്കുന്ന പോലെ അവനെ ഉൾക്കൊള്ളണം, അവളായിരിക്കുന്ന പോലെ അവളെ സ്നേഹിക്കണം. താരതമ്യപ്പെടുത്തി അവരെ ഒരിക്കലും നിരാശപ്പെടുത്തരും. കുഞ്ഞുങ്ങൾ ഏറ്റവും വെറുക്കുന്നൊരു കാര്യം, എൻ്റെ മോൻ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരോട് അവനെ ഒന്ന് കമ്പയർ ചെയ്യുന്നത്. ഞാനാണ്,
എനിക്ക് എൻ്റെതായ പ്രകൃതങ്ങളുണ്ട്, എൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്, എനിക്കിങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, എന്നെ ഒരിക്കലും എൻ്റെ കൂട്ടുകാരോട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല, അവൻ ധൈര്യത്തോടെ പറയും. കാരണം ഓരോ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവർക്കൊരു വ്യക്തിത്വമുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ഉൾക്കൊള്ളണം. അതാണ് അവരേറ്റവും അധികമായിട്ട് ആഗ്രഹിക്കും. ഉൾക്കൊള്ളുക എന്നൊരു വാക്കാണ് ഞാൻ ഇവിടെ അല്പസമയം പറഞ്ഞത്. വിവാഹ ജീവിതം അല്ലേ കൂദാശയാണ്. ഒരു കൂദാശയാണ് വിവാഹ ജീവിതം. കൂദാശയുടെ പ്രത്യേകത അറിയാമോ? അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയെങ്കിൽ മാത്രമേ കൂദാശ പൂർത്തിയാകത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങൾ ഒരുക്കി വെക്കാം, അപ്പം ഒരുക്കി വെക്കാം, വീഞ്ഞൊരുക്കി വെക്കാം, മാമോദീസായിൽ അവിടെ മൂറോൻ തൈലം ഒരുക്കി വെക്കാം, അതുപോലെ വെള്ളം ഒരുക്കി വെക്കാം, അതുപോലെ നമുക്ക് കിരീടം ഒരുക്കി വെക്കാം. അതുകൊണ്ട് അത് കൂദാശയാകത്തില്ല. അതിലേക്ക് എന്താ ആവശ്യിക്കണം? ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. ഒരു കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ ദൈവകൃപ വേണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന കുറഞ്ഞു പോയെങ്കിൽ, ഇല്ലാതായെങ്കിൽ, നിങ്ങൾ മുൻകൈ എടുത്ത് എന്നും രാവിലെയും എന്നും സന്ധ്യയ്ക്കും നിങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് പാടണം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പ എന്തുള്ളൂ യോഗ്യത നിൻ മുമ്പിൽ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പ എന്തുള്ളൂ യോഗ്യത. ഞങ്ങൾ മിക്കവാറും പാടുന്ന ഒരു പാട്ടാണ്. അത്ര മനോഹരമായ പാട്ടുകൾ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് പാടും, അതുപോലെ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് പാടണം. വേദപുസ്തകം മാറി മാറി വായിക്കണം. പുതിയ നിയമഭാഗം, പഴയ നിയമഭാഗം, ഓരോ അധ്യായങ്ങള് മാറി മാറി വീട്ടിലോട് വായിക്കണം. സങ്കീർത്തനം ചൊല്ലിക്കൊടുക്കണം, എല്ലാവരും ഏറ്റു ചൊല്ലണം. അത് കഴിഞ്ഞ് നമസ്കാരം, നമ്മുടെ കുടുംബാരാധന ക്രമമെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നമസ്കരിക്കണം. ഇത്ര സുന്ദരമായിരിക്കും വീട്. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം അനുഗ്രഹമാവുകയുള്ളൂ. ഇനി നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം ഉണ്ടാകണം അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് സ്നേഹം. കുടുംബത്തിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്നേഹം. പല വീടുകളിലും മാതാപിതാക്കൾ എപ്പോഴും വഴക്കാം. അവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്തുമാത്രം വിഷമിക്കും, സങ്കടപ്പെടും. ഒരരക്ഷിതാവസ്ഥ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും. എൻ്റെ പപ്പായും മമ്മിയും തമ്മിൽ എപ്പോഴും വഴക്കാണ്, എപ്പോഴും ശല്യമാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷമില്ല, സമാധാനമില്ല. അവർ സ്നേഹം തേടി അവരുടെ ഫ്രണ്ട്സ് അവരെ വിളിക്കുന്നിടത്തേക്കൊക്കെ അവർ പോകും. വീട്ടിൽ വന്നൊന്നും സംസാരിക്കത്തില്ല. നമ്മുടെ വീട് അങ്ങനെ ആകരുത്. സ്നേഹം നിറയുന്ന ഒരു വീടായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചെറിയ വഴക്കൊക്കെ നമ്മൾ ഉണ്ടാകും. വീടാണെങ്കിൽ വഴക്കുണ്ടാകും അല്ലേ? നമ്മളൊരു വഴക്കോടുകൂടെ പിണങ്ങിയിട്ട് നമ്മൾ ആരും ഉറങ്ങാൻ പോകരുത്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വഴക്കും എല്ലാ സണ്ടയും പറഞ്ഞു തീർത്തിട്ട് നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാനായിട്ട് പോകണം. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഒരിക്കലും പിണങ്ങി ജീവിപ്പാനായിട്ട് ഇടയാകരുത്. സ്നേഹമാണ് ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. രണ്ടാമതായിട്ട് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാണ് കമ്മ്യൂണിക്കേഷൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും നമ്മൾ ജോലിക്കാരാണെങ്കിൽ അധിക നേരം കണ്ടുമുട്ടാനിടയില്ല. എങ്കിലും കണ്ടുമുട്ടുമ്പോഴൊക്കെ എന്താണ്? സംസാരിക്കണം. ഒത്തിരി കാര്യങ്ങൾ ഭാര്യയ്ക്ക് പറയാനുണ്ട്. ഭാര്യ പറയുന്ന എല്ലാം കേൾക്കണം. ഭർത്താവിന് പല കാര്യങ്ങൾ ഭാര്യയോട് പറയാം, പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനും ഒക്കെ പറയാനുണ്ട്. അതെല്ലാം ഭാര്യ കേൾക്കണം. ഒരു നല്ല ലിസണർ ആകണം. എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവനൊത്തിരി കാര്യങ്ങൾ പറയാം. അന്ന് സ്കൂളിലെ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പപ്പായോടും മമ്മിയോടും പറയാറുണ്ടോ? ഉണ്ടോ? ഫ്രണ്ട്സിൻ്റെ കാര്യം, പഠിപ്പിച്ച കാര്യം, ടീച്ചറുടെ കാര്യം ഒക്കെ പറയാറുണ്ടോ? സ്പോർട്സ്, പാട്ട് പാടി, ഇതൊക്കെ പറയാറുണ്ടോ?
കേൾക്കുമോ? അവർ കേൾക്കുമോ? നല്ല പേരൻസ് ആണ്. അവർ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അവർക്ക്, അത് കേൾക്കണം. ഇന്ന് കേൾക്കാൻ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരക്കൊക്കെ ആയിട്ട് എന്താ അറിയാമോ, നീ പോയി വേറെ പണി നോക്ക്, പോയി പഠിക്കടി എന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ അവർ പിന്നെ ഒരു കാര്യം പോലും നമ്മളോട് പറയത്തില്ല. ഇന്ന് അവരെന്തെല്ലാം പറയുന്നു, എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ. എൻ്റെ മക്കള് എന്നോട് വന്ന് സ്കൂളിലെ കാര്യങ്ങൾ, അവരുടെ കൂട്ടുകാരുടെ കാര്യങ്ങൾ, അവരോട് സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ പറയുമ്പം എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ. എല്ലാം തുറന്ന് പറയും. പല വീടുകളിലും പേരൻസിനോട് മക്കളൊന്നും പറയത്തില്ല. ഒരു മുറിക്കകത്ത് ഇങ്ങനെ കഥ അടച്ച് അവരങ്ങിരിക്കും, ഒന്നും പറയത്തില്ല. അവരുടെ ഉള്ളിൽ ഒത്തിരി ടെൻഷനുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ടെൻഷനുണ്ട്, ഒത്തിരി സംശയങ്ങളുണ്ട്, ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒത്തിരി എതിർക്കേണ്ട ചില ചിന്തകളൊക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവരുടെ വീട്ടിൽ പറ്റുന്നില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. അവർ പറയുന്നെല്ലാം കേൾക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. മൂന്നാമതായി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ് പ്രോത്സാഹനവും അഭിനന്ദനവും പരിഗണനയും. എൻ്റെ ഭാര്യ എന്തെങ്കിലും കറി വെച്ചിട്ട് ഞാൻ കറിയൊക്കെ സാമ്പാറൊക്കെ കൂട്ടി ഞാൻ കഴിക്കും. അത് ചോദിക്കും, നല്ലതാണെന്ന് എന്താ പറയാഞ്ഞ്, നല്ലതാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പം പറയും നല്ലതാണ്, നേരത്തെ എന്താ പറയാഞ്ഞ്. അപ്പം അതൊരു പാഠമാണല്ലേ. അപ്പം അവിടെയാണ് വീട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ഭാര്യമാര്, നമ്മുടെ അമ്മമാര് ഒരാഗ്രഹിക്കുന്നുണ്ടറിയാമോ. ആ ഭക്ഷണം കഴിക്കുന്ന ഭർത്താക്കന്മാര് അല്ലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പറയുക, അമ്മേ ഇന്നത്തെ കറി സൂപ്പർ ആയിരുന്നു, ഇന്നത്തെ ചപ്പാത്തി അല്ലെ റൊട്ടി സൂപ്പർ ആയിരുന്നു എന്ന് പറയാൻ അവര് ആഗ്രഹിക്കുന്നുണ്ട്. അഭിനന്ദനം, നമ്മുടെ വീടുകളിൽ നിന്ന് അഭിനന്ദനം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പാട്ട് പാടിയാൽ, അവരെ ഒരു കഥ പറഞ്ഞാൽ, അവരെവിടെയെങ്കിലും നന്നായിട്ട് ഇടപെട്ടാൽ അവരെ നമ്മള് നീ നല്ലവണ്ണം ചെയ്തു, ഭംഗിയായിരിക്കുന്നു, അവിടെയാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കണം. ഇത് തെറ്റിപ്പോകുന്ന തലമുറകളുടെ പ്രധാനപ്പെട്ട കാരണം അഭിനന്ദനവും പ്രോത്സാഹനവും സ്നേഹവും കിട്ടാത്ത കുഞ്ഞുങ്ങളാണ് അന്യ ബന്ധങ്ങളിലേക്കും തെറ്റായ മാർഗങ്ങളിലേക്കും ആസക്തികളിലേക്കും പോകുന്നത് എന്നാണ് പഠനം പറയുന്നത്. നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങൾക്കൊരു പരിഗണന കിട്ടണം, ഭാര്യയ്ക്കൊരു സ്നേഹം കിട്ടണം, പ്രോത്സാഹനം കിട്ടണം. അവിടെയാണ് ഒരു കറി നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ പറയണ്ട, ഈ പോരായ്മ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. പക്ഷെ എന്താണ്, നല്ല കാര്യങ്ങൾക്കെല്ലാം അഭിനന്ദനം, നന്നായിരിക്കുന്നു എന്നുള്ള ഒരു വാക്കുണ്ടാകണം. പരിഗണന, ഭാര്യയ്ക്കൊരു പരിഗണന. ഭാര്യയും അവിടെയാണ് അവർ ഒന്നാകുന്നു എന്ന. ഇതിലാരാ വലുത്, ഭർത്താവാണോ ഭാര്യയാണോ വലുത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. അവിടെയാണ് ഭർത്താവാണോ ഭാര്യയാണോ വലുത്. ബൈബിൾ പറയാണ് അവർ ഒന്നാകുന്നു. ഒന്നും കൂടെ ചേരുമ്പോൾ അല്ലേ, ഇമ്മിണി ബലിയൊന്ന് ഉണ്ടായെന്നേ ഉള്ളൂ. അതിലാരും വലുതുമില്ല, ആരും ചെറുതുമില്ല. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നാണ് ഒരു കുടുംബം പണിയുന്നത്. എങ്കിലും ബൈബിൾ പറയാണ് ഭർത്താവിന് ഒരു പ്രാധാന്യം ഭാര്യമാര് കൊടുക്കണം. അവിടെ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്, സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. നിന്റെ വീട്ടിലെ കുടുംബനാഥന് നീ കൊടുക്കുന്ന ഒന്നാം സ്ഥാനം അവിടെ ഒന്നായതുകൊണ്ടല്ല, പിന്നെ അറിയാമോ, അവിടെ ഏറ്റവും വലിയ ആളായതുകൊണ്ടല്ല, അവിടെ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു പരിഗണനയാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ്. അപ്പോഴാ കുടുംബം എല്ലായിടത്തും ആദരിക്കപ്പെട്ട കുടുംബമായിട്ട് തീരുകയും ചെയ്യും. ഇപ്പൊ സ്നേഹം വേണം, പിന്നെ കമ്മ്യൂണിക്കേഷൻ വേണം, പിന്നെ പ്രോത്സാഹനവും പരിഗണനയും അഭിനന്ദനവും ഒക്കെ നമ്മുടെ വീട്ടില് വേണം. അതോടൊപ്പം വേറൊരു കാര്യമാണ് ഇണയും തുണയും എന്നൊരു വാക്ക്. നമ്മുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് എന്തെല്ലാം ടെൻഷനാണ്, ഭാര്യമാര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെല്ലാം ടെൻഷനാണ്. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്, എന്താ നിന്റെ പ്രയാസം? ഒരു താങ്ങ്, ഒരു ബലം. ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കേൾക്കാൻ എത്ര പങ്കാളികൾ ആഗ്രഹിക്കുന്നറിയാമോ. മോനെ നീ വിഷമിക്കേണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടടാ. മോളെ നീ വിഷമിക്കല്ലേ, ഒരു പ്രയാസമാനും വിഷമിക്കല്ലേ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് കയ്യിലൊന്ന് പിടിക്കാൻ. ഇണയും തുണയും. അവിടെയാണ് പലപ്പോഴും ഫേസ്ബുക്കില് മെസ്സഞ്ചറുകളിലൊക്കെ എന്താണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നെല്ലാം പറയും. ചുമ്മാതാ. നമ്മുടെ സ്നേഹിതർ പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഐ ആം ഓൾവേസ് വിത്ത് യു. ചുമ്മാതാ.
അതൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അവരങ്ങാണ്ടിരിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. വീട്ടിലുള്ളവർ കൂടില്ലെങ്കിൽ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന കപടവാക്കുകളെല്ലാം വിശ്വസിക്കേണ്ടി വരും. വീട്ടിൽ പറയണം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഭാര്യയെ വിളിച്ചു പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിനക്ക് എന്ത് പ്രയാസം വന്നാലും, നിനക്ക് രോഗം വന്നാലും, നിനക്ക് സങ്കടം വന്നാലും, നിനക്ക് ചില പിഴവുകൾ വന്നാലും നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമ്മളെ കുടുംബനാഥനോട് പറയണം നീ ഒരുപക്ഷെ നിങ്ങളൊരു മദ്യപിച്ചിരിക്കാം, നിങ്ങൾ പുകവലിച്ചിരിക്കാം, ചില തെറ്റുകൾ നിങ്ങൾക്ക് വന്നിരിക്കാം, പിഴവുകൾ നിങ്ങൾക്ക് വന്നിരിക്കാം, എങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അത് ഭാര്യയാ പറയുന്നത്. പിന്നെ ഒരു പിഴവിലേക്ക് അയക്ക് പോകാൻ പറ്റത്തില്ല. അയക്ക് തെറ്റുകളെ ഓർത്ത് അയാൾ സങ്കടപ്പെട്ട് കരഞ്ഞു പോകും. എന്തെല്ലാം ചെയ്തിട്ടും എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ കൂടുണ്ട് എന്നൊരു ബലം ഒരു ഭർത്താവിനെ എത്രമാത്രം വിശുദ്ധീകരിക്കുമെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ബലം, എണ്ണയും തുണയുമായിട്ടുള്ള ഒരു ബലമാണ്, കൈത്താങ്ങലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്. മൂന്നാമതായിട്ട് ഭാര്യ ഭർത്തൃബന്ധം ഏറ്റവും വിശുദ്ധമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവ വെളിയാണ്. അവിടെയാണ് സന്യസ്ത ജീവിതത്തിലേക്ക് ബഹുമാനപ്പെട്ട റംബാച്ചനെ ദൈവം നമ്പുരാൻ വിളിച്ചു. അതൊരു വിളിയാണ്. അതുപോലെ എന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിച്ചത് ആരാണ്? അതേ ദൈവമാ വിളിച്ചത്. എന്തിനെ വിളിച്ചെന്നറിയാമോ? ഭൂമിയിൽ ദൈവരാജ്യം പണിയാൻ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കും. അപ്പൊ കുടുംബം ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അതിലേറ്റവും അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ് ലൈംഗികത എന്നുള്ളത്. അത് അശുദ്ധമായ ഒന്നല്ല, അതേറെ വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് കുടുംബജീവിതത്തിന്റെ ലൈംഗികത. സ്നേഹമില്ലാതെ ആസക്തികൾ കൊണ്ട് നേടേണ്ട ഒരു കാര്യമേ അല്ലത് സ്നേഹം. നമ്മൾ ഭവനത്തിലായിരിക്കും എത്രമാത്രം സ്നേഹിക്കുന്നു, ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഒരു പൂർണ്ണത മാത്രമാണത്. സ്നേഹമില്ലാതെ അവിടെയാണ് കാര്യസാധ്യത്തിന് വേണ്ടി നേടിയെടുക്കേണ്ട ഒന്നല്ല. എത്രമാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പല പുരുഷന്മാരും പറയും എനിക്ക് എൻ്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, പുറത്ത് കാണിക്കുകയാണെന്ന് എന്നെ കിട്ടത്തില്ല. അയാൾ പറയും ഭയങ്കര സ്നേഹമാണ് ആളിൽ, പക്ഷെ എന്താ അറിയാമോ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അവരെ മണ്ടന്മാരാ. ഉള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഉത്തമഗീതം എന്ന പുസ്തകം നമ്മൾ വായിച്ചിട്ടില്ലേ? എന്തെല്ലാം വാക്കുകളാണ്. എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, അല്ലേ, എൻ്റെ കാന്തേ, എത്ര വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളൊക്കെ ഭർത്താവ് ഭാര്യയോട് പറയണം. നിന്റെ തലമുടി എത്ര മനോഹരമായിരിക്കും, നിന്റെ കണ്ണുകൾ എത്ര സുന്ദരമായിരിക്കുന്നു, അവിടെയാണ് നിന്റെ മൂക്ക് എത്ര ഭംഗിയായിരിക്കും. ഇത് നാട്ടുകാരാണോ പറയേണ്ടത്? അല്ലേ, വീട്ടിലുള്ളവൻ പറഞ്ഞില്ലേ പിന്നെ നാട്ടുകാർ വന്ന് പറയും. അപ്പോൾ അതിലൊക്കെ വീട്ടുകാർ വീഴാനിടയാകും. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഭർത്താവ് പറയണം, തൻ്റെ ഭാര്യയോട് പറയണം. ഉത്തമഗീതം ആ ഒരു ഡയറക്ഷൻ നമുക്ക് തരികയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഈ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വർണ്ണനകളുടെയും സംസാരം ഉണ്ടാകണം. അവിടെയാണ് മനോഹരമായ റൊമാൻറ്റിക് മൂഡ് ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനമെന്ന് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ വർണ്ണനയാണ് ഉണ്ടാകേണ്ടത്. ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. എന്തിനും മേടിച്ചു കൊടുക്കണം. വിവാഹ വാർഷികത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ബർത്ത്ഡേ ആകുമ്പോൾ നേരത്തെ അറിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അവിടെയാണ് ഒരു സമ്മാനം കൊണ്ട് കൊടുക്കണം. കുഞ്ഞുങ്ങൾ കൊടുക്കണം, അവർക്ക് കൊണ്ട് കൊടുക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയണം. അവരുടെ പപ്പായും മമ്മിയും അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ബർത്ത്ഡേ ഓർക്കുന്നുണ്ട് എന്നറിയണം. ആ സ്നേഹം, ഒരു സ്നേഹത്തിന്റെ ഒരു കൂടാരമാണ് നമ്മുടെ വീട്. നമ്മൾ വായിക്കുന്നുണ്ട് ഉത്തമഗീതത്തില്, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയി, എൻ്റെ മീതെ ഒരു കൊടി പിടിച്ചിരുന്നു, ആ കൊടി സ്നേഹമായിരുന്നു. മനോഹരമായ പദമാണ് അവിടെ. എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുപോയി. വീഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളു കുടിക്കുന്ന കാര്യമല്ല. ഇവിടെ അറിയാമോ, വീഞ്ഞെന്ന് പറയുന്നത് സന്തോഷമാണ്. അവിടെയാണ് അവൻ എൻ്റെ കാന്തൻ എന്നെ കൈക്ക് പിടിച്ചോണ്ട് വീഞ്ഞു വീട്ടിലോട്ടാ കൊണ്ടുപോയത്. ഈ ഭാര്യയെ കൈക്ക് പിടിച്ചോണ്ട് ഭർത്താവ് കൊണ്ടുപോയിട്ട് ആ വീട് നിറച്ചങ്ങ് സന്തോഷമാണ്, സ്നേഹമായിരുന്നു. എൻ്റെ മീതെ അവന് കൊടി പിടിച്ചിരുന്നു. എന്താണ് കൊടി എന്നറിയാമോ? അത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു.
സ്നേഹത്തിന്റെ കൊടി. സ്നേഹം ഒരു സുന്ദരമായ ജീവിതമായിട്ട് നമുക്ക് തീരണം. ഈ മക്കളെ കുറിച്ച് ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. എന്താണ് മക്കൾ? ആരാണ് മക്കൾ? മാതാപിതാക്കളുടെ സ്നേഹം നിറഞ്ഞു കവിയുമ്പം അതൊട്ടും താഴെ വീണ് നഷ്ടപ്പെടാതെ പകർന്നു വെക്കാൻ വേണ്ടി ദൈവം തരുന്ന കൊച്ചു പാത്രങ്ങളാണ് മക്കൾ. അപ്പന്റെ അമ്മയുടെ സ്നേഹം നിറഞ്ഞു കവിയുകയാണ്. അത് താഴെ വീണ് പോകാതെ വണ്ണം നഷ്ടപ്പെടാതെ അത് പകർന്നു വെക്കാൻ ദൈവം തരുന്ന കുഞ്ഞു പാത്രങ്ങളാണ് നമ്മുടെ മക്കൾ. നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? അപ്പനും അമ്മയും സ്നേഹമില്ല, പിന്നെ ഇവർക്ക് എങ്ങനെയാണ് സ്നേഹം കിട്ടുന്നത്? അല്ലേ? നിങ്ങളുടെ സ്നേഹമാണ് വേണ്ടത്. അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രേമിക്കുന്നവരാകണം, സ്നേഹിക്കുന്നവരാകണം. പലപ്പോഴും പ്രേമം എന്നൊരു വാക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. വിവാഹ ശുശ്രൂഷയിലെ അവസാനത്തെ പ്രബോധനം ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വർത്തിക്കണം. ചില അച്ഛന്മാർക്ക് പ്രയാസം തോന്നിയിട്ട് അവിടെ വേറെ വാക്കൊക്കെ ചേർത്ത് വായിക്കുന്ന കേൾക്കാം. അതുകൊണ്ട് കുഴപ്പമാണെന്നൊരു തോന്നലുണ്ട്. ഈ പ്രേമമെന്ന് അവിടെ വിശ്വസ്തരെന്നൊക്കെ വായിക്കും. അത് ശരിക്കും പറഞ്ഞെങ്കിൽ പ്രേമമെന്ന് തന്നെയാണ്. നിങ്ങളെ പ്രേമിക്കാനാണ് വിട്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ല പ്രേമിക്കേണ്ടത്, പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് പ്രേമിക്കേണ്ടത്. പലരും കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര പ്രേമമായിരിക്കും. കഴിച്ചു കഴിഞ്ഞോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പം പ്രേമവും ഇല്ല, സ്നേഹവുമില്ല, എല്ലാം വറ്റി വരേണ്ട ഒരവസ്ഥ ഉണ്ടാകും. ഒരു ചെറുക്കനും പെണ്ണും 10 വർഷം പ്രേമിച്ച്. എത്ര വർഷം? 10 വർഷം പ്രേമിച്ച്. ആ പ്രേമമൊക്കെ കഴിഞ്ഞ ഒടുവിൽ ഏതാനും കെട്ടി കല്യാണം കഴിച്ചു. അന്ന് രാത്രി അവർ വന്നിരുന്നപ്പോഴേ അപ്പൊ അവിടെ ചെറുക്കൻ പറഞ്ഞു, ഇനി ഞാൻ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത് പറഞ്ഞ് ആ തലയിലെ വിഗ് എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴാ പെണ്ണ് കണ്ടതറിയാമോ? മൊട്ടത്തല. ഇത്രയും 10 വർഷം പ്രേമിച്ചിട്ട് ഈ മൊട്ടത്തലയിനാണെന്ന് മനസ്സിലായി. വിഗ് എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇനി ഞാൻ എന്തിനാ ഇതൊക്കെ വെച്ചിരിക്കുന്നു പറഞ്ഞ് ഭാര്യ ആ വെപ്പുവല്ലെടുത്ത് അങ്ങ് മാറ്റി വെച്ചു. അപ്പോഴെ ഇത്രയും പൊന്നോമന വർത്തമാനമൊക്കെ പറഞ്ഞിട്ടും ഇവിടെ വായിക്കാതിരിക്കുന്ന എന്താണ്? വെപ്പുവല്ലാണ് ഇപ്പോഴാ പിടികിട്ടിയത്. ഇതാ പ്രേമം, സ്നേഹം ഒക്കെ എന്തറിയാമോ? കുടുംബജീവിതം കഴിഞ്ഞ് വിവാഹത്തിന് ശേഷമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. ആ വിവാഹത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്കും പ്രേമത്തിലേക്കുമൊക്കെ ആ സഭ നിങ്ങൾക്ക് അംഗീകാരം തന്നു വിടുന്നത്. സഭ അംഗീകരിച്ചു വിടുകയാ, നിങ്ങൾ പ്രേമിക്കണം. നാട്ടുകാർ വല്ലതൊക്കെ പറഞ്ഞേക്കാം, അവരുടെ പോക്ക് കണ്ടില്ലേ, അവിടെ സംസാരം കണ്ടില്ലേ, ഒന്നും ശ്രദ്ധിക്കണ്ട. നിങ്ങൾ കുണുങ്ങിയും ചിരിച്ചും സന്തോഷിച്ചും ഒന്നിച്ച് പോകുന്നത് നാട്ടുകാർ കാണട്ടെ, നിങ്ങളുടെ മക്കൾ കാണട്ടെ, അപ്പനും അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ കാണട്ടെ. അങ്ങനെ ഈ മോന് മനസ്സിലാകാറ് എൻ്റെ ഭാര്യയെ ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈ മോന് പിടികിട്ടും. അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾക്ക് മാതൃകയായി നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മക്കൾക്ക് മാതൃകയായി നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ബൈബിളിൽ വായിക്കുന്നുണ്ട്, എലിസബത്തും സക്കറിയ പ്രവാചകനും അവർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടന്നവരുമായിരുന്നെന്ന് പറയുക. അങ്ങനെ ഒരു വീട്ടിലെ യോഹന്നാൻ സ്നാപകൻ ജനിക്കത്തുള്ളൂ. നമ്മൾ പറയും നമ്മുടെ മക്കളെല്ലാം തെറ്റിപ്പോയി. എന്തറിയാമോ? നമ്മളെങ്ങനെ ആയിരിക്കും? നമ്മൾ മാതൃകയുണ്ടോ? ഞണ്ടിനെ അറിയാം, ഞണ്ടിനെ, ക്രാബിനെ അറിയാം അല്ലേ? ഞണ്ട് നടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ഞണ്ട് നടക്കും അല്ലേ? അപ്പൊ ഒരമ്മ ഞണ്ട് കണ്ടത്തിന്റെ വരമ്പത്തിരു നോക്കി മക്കൾ അങ്ങനെ നടക്കുന്നതെന്ന്. മക്കളല്ലേ ഏണേ ഓണേ നടക്കുന്നു, ഒന്ന് നേരെയും ചൊവ്വയൊന്നുമല്ല നടക്കുന്നു. അപ്പൊ അമ്മ പറയോ, എന്തോ ഒരു നടത്തമായത്, നേരെ ചൊവ്വേ നടക്കടാ പിള്ളാരെ എന്ന് പറഞ്ഞു. അപ്പൊ മക്കളെല്ലാം കൂടെ പറയും, ആദ്യം ഒരു കാര്യം ചെയ്യാം, അമ്മയൊന്ന് നടന്ന് കാണിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങൾ അതോ നോക്കി നടന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നടന്നു. അമ്മ ഇങ്ങനെ നടന്നു. മക്കള് പറഞ്ഞറിയാം, അയ്യോ അമ്മ നടക്കുന്ന അത്രയും വളവും തിരിവൊന്നും ഞങ്ങൾ നടന്നപ്പോൾ ഇല്ലല്ലോ എന്ന് ഈ മക്കള് പറഞ്ഞു. ഉപദേശിക്കുക ഒന്നല്ല പ്രധാനപ്പെട്ട, അറിയാമോ? മോഡൽ, മാതൃക. മദ്യപിക്കരുത്, പ്രാർത്ഥിക്കണം, മാതൃകയുള്ളവരാകണം, സത്യസന്ധമായി ഇടപെടണം, സ്നേഹത്തോടെ ഇടപെടണം. അങ്ങനെയെങ്കിൽ മക്കൾ നന്നാകും. ചില കുറവുകൾ നമുക്കുണ്ടാകാം, അത് തിരുത്തണം. തിരുത്തുകയല്ലേ പ്രധാനപ്പെട്ടത്. തിരുത്തിയാൽ നമ്മുടെ മക്കൾ ഏറ്റവും നന്നായി തീരും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് സൗഹൃദമാണ്. ഏറ്റവും മനോഹരമായ ബന്ധമേത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധമാണ്. ഒരു ഫ്രണ്ട് അല്ലേ? അതുകൊണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഇത്രയും പ്രചാരമായത്. ഫ്രണ്ട്സ്, ഇത്രമാത്രം ഫ്രണ്ട്സാണ്.
ഫ്രണ്ട്സ് നമ്മുടെ ആരുമല്ല, എന്നിട്ടും അവർ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കേൾക്കും, നമ്മളെ മനസ്സിലാക്കും. വീട്ടിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഉണ്ടോ? വീട്ടിൽ ഫ്രണ്ട് ഉണ്ടോ? വീട്ടിൽ അമ്മയുണ്ട്, ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, അല്ലേ? എല്ലാം ദേഷ്യക്കാരും അങ്ങനെയൊക്കെയാണോ? അല്ല. വീട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടാകണം. നമ്മൾ ആരായിരുന്നാലും നമ്മൾ മക്കൾക്കാരായിരിക്കണം, നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അവിടെയാണ് എൻ്റെ മോള് വന്ന് എൻ്റെ ഭാര്യയോടെല്ലാം സംസാരിക്കും. അവരേറ്റവും നല്ല ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ രഹസ്യമായ കാര്യങ്ങൾ വരെ തുറന്ന് സംസാരിക്കും. അവിടെയാണ് ചില ആൺകൂട്ടുകാരൊക്കെ സംസാരിച്ച കാര്യം, ഇടപെട്ട കാര്യം എല്ലാം പറയും. അത് പറയാനൊരു വാതിൽ തുറന്നിട്ടതാണ്. അത് പറയാനൊരു വാതിൽ അവിടെ തുറന്നു കിട്ടിയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മക്കൾ വന്ന് എല്ലാം പറയണം. ഇപ്പോൾ വഴിതെറ്റാവുന്ന ഒത്തിരി സാഹചര്യങ്ങളാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരെ വഴിതെറ്റിക്കുന്ന ഒത്തിരി പ്രവണതകളുണ്ട്. കൂട്ടുകാർ ഒരുപക്ഷെ അവർക്ക് ഡ്രഗ്സ് കൊടുത്തു തന്നിരിക്കാം, അവരെ മദ്യപാനത്തിലേക്ക്, ആൽക്കഹോളിലേക്ക് അവരെ പ്രേരിപ്പിച്ചു തന്നിരിക്കാം. നീ ആണാണെങ്കിൽ കുടിക്കടാ, നീ ആണാണെങ്കിൽ കുടിക്കാൻ പറ, ഇച്ചിരി കുടിക്കാൻ കൊടുക്കും. അപ്പൊ നമ്മൾ ആണാണെന്ന് കാണിക്കാൻ വേണ്ടി എന്താണ് കുടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഇതെല്ലാം വന്ന് പറയാൻ തക്കവണ്ണം, നമ്മുടെ ആൺമക്കൾ വന്ന് പറയാൻ തക്കവണ്ണം അപ്പന്മാര് ഒരു ഫ്രണ്ടാകണം. അവരുടെ ഫ്രണ്ടാകണേ ചുമ്മാതെ പറ്റത്തില്ല. അവരുടെ തോടത്തൊക്കെ കൈയിട്ടൊക്കെ സഞ്ചരിക്കണം, അവരുടെ കൂടെ കളിക്കണം, ഷട്ടിൽ കളിക്കണം, അവരുടെ നടക്കാൻ ഇറങ്ങണം, അവരുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കണം, അവരുടെ തലത്തിലോട്ട് ഇറങ്ങി ഒന്ന് വരണം. നമ്മുടെ ഇങ്ങനെ വേറെ ലെവലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ ലെവലിൽ നിന്ന് അവരുടെ ഒരു തലത്തിലേക്ക്, അവരുടെ വാക്കുകളിലേക്ക്. എൻ്റെ മോൻ എന്നെ ബ്രോ എന്ന് വിളിക്കും. ഞാൻ പറയും എല്ലാവരും ഇവിടെ വിളിച്ചോ, പക്ഷേ പള്ളിയിലേക്ക് ചെന്ന് ബ്രോ എന്നൊന്നും വിളിക്കരുത്, അല്ലേ? എനിക്ക് സന്തോഷമാണ്, കാരണം ബ്രോ എന്ന് വിളിക്കുന്നു, കാരണം എന്നെ ബ്രോ ആയിട്ടാണ് കാണുന്നത്. അതെന്തൊരു ബന്ധമാണല്ലേ, അത് എനിക്കതിന് ഇഷ്ടമാണ്. കാരണം എൻ്റെ മോൻ എന്നെ ബ്രോ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്. എൻ്റെ തോളത്ത് കൈയിടാറുണ്ട്, കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ട്. അപ്പൊ ആ ഒരു ബന്ധമുണ്ടല്ലോ, ഉമ്മ തരുന്നൊരു ബന്ധം, കെട്ടിപ്പിടിക്കുന്ന ബന്ധം, അവരുടെ കൂടെ നടക്കുന്ന ബന്ധം. ഈ ആധുനിക കാലത്ത് അതൊക്കെയാണ് വേണ്ടത്. പഴയ കാലത്ത് എൻ്റെ അപ്പൻ എന്നെ കെട്ടിയിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്, അത് പഴയ കാലം. അത് കഴിഞ്ഞാലും ഞാൻ എൻ്റെ അപ്പനെ ആദരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ പറ്റത്തില്ല. ഈ പുതിയ കാലത്ത് അങ്ങനല്ല, ഈ കുട്ടികൾക്ക് അങ്ങനല്ല. അവർ പുതിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടതൊരു സ്നേഹിതനെയാണ്. വീട്ടിൽ സ്നേഹിതനെ വേണം. അപ്പനൊരു സ്നേഹിതനാകണം. ഇവരുടെ കൂടെ സംസാരിക്കണം, അവരുടെ കൂടെ കൈപിടിച്ച് നടക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അമ്മമാര് പെൺകുട്ടികളെ നല്ല സ്നേഹിതയായിരിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയണം, അതെല്ലാം കേൾക്കണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞെൻ്റെ വാക്ക് നിർത്താം. ജീവിതത്തെ നശിപ്പിക്കുന്ന ധാരാളം പ്രവണതകൾ ഈ ലോകത്തുണ്ട്. ജീവിതത്തെ നശിപ്പിക്കുന്ന ധാരാളം, കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ധാരാളം പ്രവണതകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽക്കഹോൾ, മദ്യം, ഡ്രഗ്സ്, മയക്കുമരുന്ന്. ഇവിടൊക്കെ ഉണ്ടോ? കേരളത്തിലൊക്കെ ഏറെ രൂക്ഷമായൊരു പ്രശ്നമാണിപ്പോൾ. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ മിഠായികളിലൂടെ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നു. അതിന് അഡിക്റ്റായി കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ വീര്യമേറിയ ഡ്രഗ്സിന്റെ പിന്നാലെ പോകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ആൽക്കഹോൾ കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ. മൂന്നാമത്തെ അഡിക്ഷനാണ് മൊബൈൽ അഡിക്ഷൻ. ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്നാണ് പ്രിയപ്പെട്ട റംബാച്ചൻ എന്നോട് പറഞ്ഞത്. ഞാൻ ഇച്ചിരി മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, കുറച്ചൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ മൊബൈലും എൻ്റെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. മറ്റൊന്നിനു വേണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം അതിലാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മെസ്സേജുകൾ എഴുതാറുണ്ട്, പിന്നെ പാട്ടുകൾ ഇടാറുണ്ട്. അതൊക്കെ എന്താണ്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള മെസ്സേജുകൾ. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെ ബൈബിൾ പഠിക്കാനും പഠിപ്പിക്കാനും ബൈബിൾ സന്ദേശങ്ങൾ കൈമാറാനും പാട്ടുപാടിയിടുന്ന, പ്രാർത്ഥന ഇടുന്ന ഗ്രൂപ്പുകളാണുള്ളത്. എനിക്കതിനെക്കുറിച്ച് കുറ്റബോധമില്ല. മൊബൈൽ വാസ്തവത്തിൽ എന്താണ്? ഒത്തിരി നന്മയാണ്, ഒത്തിരി നന്മകൾ നമുക്കുണ്ട്. എന്തെല്ലാം നന്മകളുണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ കൂടെ, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലേ? യൂട്യൂബിലൊക്കെ ധാരാളം കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും.
പക്ഷേ മൊബൈൽ അഡിക്ഷൻ ഈ കാലത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ അഡിക്ഷൻ ഉള്ളവരാണോ? മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ? ഒരു മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറോളം ഉപയോഗിക്കുമോ? മണിക്കൂറോളം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ചില ആളുകൾ അങ്ങ് പിന്നെ വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാണ് മാറ്റുന്നത്. മൊബൈൽ കിട്ടിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കുമോ? അമ്മ പറയുന്നു ഈ മൊബൈൽ എടുക്കണ്ട, ഉടനെ ദേഷ്യപ്പെടുക, എനിക്ക് വേണം മൊബൈൽ. ദേഷ്യപ്പെടാറുണ്ടോ? മൊബൈൽ അഡിക്ഷനിലേക്ക് നമ്മൾ വരാറുണ്ടോ? ആ അഡിക്ഷൻ നമ്മൾ ഒഴിവാക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തറിയാമോ? പെട്ടെന്ന് അത് മാറാൻ പറ്റത്തില്ല. നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട ഒരു ക്രിയേറ്റ് നോ ഫോൺ ഏരിയ. ചില സമയത്ത് മൊബൈൽ ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനിക്കണം. ചില സമയങ്ങൾ ആദ്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു കെട്ടിൽ നമ്മളങ്ങ് മാറിക്കോളും. ചില സമയങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കത്ത് തീരുമാനിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുമോ? ഇല്ല, ഉപയോഗിക്കരുത്. ചിലപ്പോൾ ഗെയിംസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ? യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാകാം, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ കാണാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർ കാണാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്താണ്, പെട്ടെന്നങ്ങ് മാറാൻ പറഞ്ഞാൽ മാറാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്തറിയാമോ, ചില സമയത്ത് അത് ഉപയോഗിക്കത്തില്ല തീരുമാനമെടുക്കണം. ഒന്നാമത്തെ എന്താണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കത്തില്ലെന്ന് തീരുമാനമെടുക്കണം. രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം പലരുടെ കയ്യിൽ മൊബൈൽ കാണും അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ മൊബൈൽ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പലരും അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ എന്തുപയോഗിക്കരുത്? ഫോൺ ഉപയോഗിക്കരുത്. ആ സമയം ഫോൺ വേണ്ട, ഫോൺ മാറ്റി വെക്കണം. മൂന്നാമതായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോൺ നിർത്തിയിരിക്കണം. പലരും ഫോൺ കണ്ടോണ്ടാണ് ഉറങ്ങുന്നത്. ശരിയായ ഉറക്കം കിട്ടത്തില്ല, തലവേദന ഉണ്ടാകും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. ഫോൺ അവിടെ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് എന്താണ്, ഫോൺ മാറ്റി വെക്കണം. ഫോൺ ആ കിടക്കയുടെ അടുത്ത് നിന്ന് മാറ്റി വെച്ചേക്കണം. അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെ അത്യാവശ്യ കോളുകളൊന്നും വരത്തില്ല എങ്കിൽ നിങ്ങൾ കിടക്കയുടെ അടുത്തുനിന്ന് ഫോൺ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബെഡിൽ മൊബൈൽ ഫോണ് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മൊബൈൽ അഡിക്ഷനിൽ ഒന്നാമത് മാറാൻ പറ്റും. ഒരു നോ ഫോൺ ഏരിയ നമ്മൾ ക്രമീകരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യം വരണം. എന്താണ് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ പ്രശ്നം എന്നറിയാമോ? നിങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെടും. മൊബൈൽ ഫോൺ അഡിക്റ്റായ ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടും. പഠിക്കാൻ പറ്റത്തില്ല. ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആണെങ്കിൽ ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ശ്രദ്ധ എന്താണ്, മൊബൈലിൽ ലൈക്സ് എത്രയുണ്ട്, ചാറ്റിങ്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെടും. നമ്മുടെ കഴിവുകൾ പൂർണ്ണമായും നഷ്ടപ്പെടും. എത്ര കഴിവുകളുള്ളവരാണെങ്കിലും മൊബൈലിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിവ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ മൊബൈൽ അഡിക്ഷൻ നമുക്ക് മാനസികവും ശാരീരികവുമായ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്രോബ്ലംസ്. എന്താണ് ശാരീരിക പ്രശ്നം എന്നറിയാമോ? കണ്ണിന് പ്രശ്നം ഉണ്ടാകും അല്ലേ? കണ്ണിന് ധാരാളം പ്രശ്നം ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ കഴുത്തിന് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എന്തറിയാമോ, ഈ കഴുത്തിന്റെ അസ്ഥികൾക്ക് ഇത് പ്രശ്നമാകും. തോൾ വേദന ഉണ്ടാകും. കുനിഞ്ഞിരുന്ന് മൊബൈലിലേക്ക് നോക്കി എത്ര ഇരിക്കുന്ന അറിയത്തില്ല. കണ്ണടയ്ക്ക് ഇങ്ങനെ അടച്ചടച്ച് തുറക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കണ്ണിലെ ജലാംശമെല്ലാം വറ്റി വരണ്ടു പോകും. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകും. കുനിഞ്ഞിരുന്നവരുടെ എന്താണ്, തോളിന് മുഴുവൻ വേദന ഉണ്ടാകും. നടുവിനും അത് ഷോൾഡറിലേക്കും പരക്കുന്ന വേദനയായിട്ടത് മാറും. അതുപോലെ തന്നെ മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ് അല്ലേ? അതിലെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് അത്യാവശ്യ കാര്യങ്ങൾ, അതിനുവേണ്ടി സമയം വെക്കുക. ഇത്ര സമയം ഒരു ദിവസം ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ, 1 or 2 hours. അതിൽ കൂടുതൽ ആരും ഉപയോഗിക്കരുത്. പലരുടെയും സ്ക്രീൻ ടൈമിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെയാണ് പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അത് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, ഭംഗിയായിട്ട് പഠിക്കണം, ഉയർന്നു വരണം, നമ്മൾ വളരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം മാക്സിമം, അത്രയൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങളിതിന് പഠിക്കാനുണ്ടെങ്കിൽ, ഇതിലും വിഷയങ്ങളെക്കുറിച്ച് നോക്കാനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞിരിക്കുന്ന മെസ്സേജ് വല്ലതും നോക്കാനായിട്ടുണ്ടെങ്കിൽ 1 or 2 hours അതിൽ കൂടുതൽ ആരും മൊബൈല് ഉപയോഗിക്കാനായിട്ട് പാടില്ല.
നമ്മുടെ ശ്രദ്ധ മറ്റു ചില കാര്യങ്ങളിലേക്ക് തിരിക്കണം, മറ്റു ചില സന്തോഷങ്ങളിലേക്ക്. എന്തെങ്കിലും ഹോബി ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഹോബി ഉണ്ടോ? നിങ്ങൾക്ക് ഗാർഡനിങ് ഉണ്ടോ? കൃഷിയുണ്ടോ? ഒന്നും പറ്റത്തില്ലായിരിക്കും അല്ലേ? ഗാർഡനിങ്, കൃഷിയൊന്നും പറ്റും. യോഗ ചെയ്യുമോ? യോഗ ചെയ്യാറുണ്ടോ? എക്സസൈസ് ഉണ്ടോ? എക്സസൈസ് ചെയ്യാറുണ്ടോ? അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയും തിരിക്കണം. നമുക്ക് നമ്മൾ വായനയുണ്ടോ? റീഡിങ് ഹാബിറ്റ് ഉണ്ടോ? പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? നമ്മുടെ തലമുറ പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിക്കുക, എഴുതുക, സ്റ്റോറി എഴുതുക, അല്ലേ? നമ്മുടെ കവിത, പോയംസ് ഒക്കെ എഴുതുക. ഇതിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കണം. പുതിയ പുതിയ മറ്റു ചില അഡിക്ഷനിലേക്ക് നമ്മളൊന്ന് മാറണം. ആത്മീയ ആസക്തിയിലോട്ട് മാറണം. പ്രാർത്ഥിക്കാൻ താല്പര്യം, ദൈവസന്നിധി ഇരിക്കാൻ താല്പര്യം, ദൈവത്തിന്റെ ബൈബിൾ വായിക്കാൻ താല്പര്യം. അപ്പോഴാണ് ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടോ? ബൈബിള് ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ടോ? ന്യൂ ടെസ്റ്റമെന്റെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആർത്താ കൈവക്കിയേ? ന്യൂ ടെസ്റ്റമെന്റ് ഫുള്ള് വായിച്ച മോള് കൈവക്കിയേ? ഇല്ല, ഫുള്ള് വായിച്ചില്ലല്ലേ? ഇല്ല. അപ്പൊ നിങ്ങളോട് ഞാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് തൊട്ട് എന്താ പറയാ, ഓരോ ദിവസവും 2 അധ്യായം വെച്ച് വായിച്ചാൽ മതി, അല്ലേ? പഴയ നിയമത്തിലെ ഒരു അധ്യായവും പുതിയ നിയമത്തിലെ ഒരു അധ്യായം വെച്ച് നിങ്ങൾ ഓരോ ദിവസവും ഓരോ അധ്യായം 2 അധ്യായം വെച്ച് വായിച്ച് രാവിലെയും വൈകിട്ടും വായിച്ചാൽ മതി. വെറുതെ വായിക്കരുത്, അത് വായിച്ചു മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ബൈബിൾ ഉണ്ടോ? ഇവർക്കൊരു ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു ബൈബിള്, ഇംഗ്ലീഷ് ബൈബിള് പേരൻസ് ഒന്ന് മേടിച്ചു കൊടുക്കണം. ആ ബൈബിളെ നിങ്ങളുടെ പേരെഴുതി വെക്കണം. നിങ്ങളുടെ ബൈബിളാണത്, പേരെഴുതി വെക്കണം. അത് രാവിലെ പഴയ നിയമത്തിൽ നിന്ന് ഒരു അധ്യായം വായിക്കണം. വൈകുന്നേരം പുതിയ ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് ഒരു അധ്യായം വായിക്കണം. അത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടി ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തേക്കണം. അത് വായിച്ചു തീർന്നു എന്നതിനടയാളമായിട്ട് ഇൻറ്റു മാർക്ക് കൊടുക്കണം. പ്രധാനപ്പെട്ട വാക്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പേന കൊണ്ടോ ഒരു പെൻസിൽ കൊണ്ടോ അത് മാർക്ക് ചെയ്യണം. ബൈബിൾ വായിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക. സ്വന്തമായ നിങ്ങൾ ബൈബിൾ വായിക്കുക, വായനാശീലം വളർത്തിയെടുക്കുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വളരാൻ തക്കവണ്ണം ഇടയാകും. എൻ്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയും നമ്മളിത് പങ്കിടുകയും മാത്രമാണ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോടൊന്നിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ഇടയായത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ബഹുമാനപ്പെട്ട സജി എബ്രഹാം അച്ഛന്, എൻ്റെ ജൂനിയറായിട്ട് സെമിനാരി പഠിച്ച ഞങ്ങൾ നല്ല സ്നേഹിതരാണ്. ഇവിടെ വന്ന പ്രിയപ്പെട്ട ചെറിയാൻ ജോസഫ് അച്ഛനെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി. ഈ ഇടവകയിലെ ആളുകളൊക്കെ തന്നെ ഏറെ സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തന്ന സഹോദരിമാരുണ്ട്. നിങ്ങളേവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കും. ഈ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.